ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കുറച്ച് ദിവസമായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. കാരണം ഒരാഴ്ച ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ സപ്താഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കും പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് പോവലും വരലും പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. ആദ്യത്തെ ദിവസം അവസാനത്തെ ദിവസവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ. പിന്നെ അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇത് മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അതിന് ശേഷം ആ സപ്താഹം കഴിഞ്ഞിട്ട് ഫ്രീ ആയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്രോഗ്രാമൊന്നും ഇതിൽ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുള്ളൂ കേട്ടോ സോങ്ങിനൊക്കെ. അപ്പോൾ അത് കാരണം അതൊന്നും ഇടാത്തത്. ഞാൻ 2 വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിന് കാണിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടോ. അത് നമുക്ക് ഇടാൻ പറ്റില്ല, ആരൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ അത് രാവിലത്തെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു തിക്കും തിരക്കാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മാവ് മേടിച്ചതാണ് കേട്ടോ, അല്ലാണ്ട് ഇവിടെ അരച്ചൊന്നുമല്ല. അരിമാവ് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് വർക്കുണ്ട്. അവർ പോകുമ്പോഴത്തേനും നമുക്ക് വേഗം പലഹാരമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കിച്ചും തുമ്പിയൊന്നും ഈ ഒരു നേരത്തെ നീച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അവർ കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ മഴയൊന്നും പെയ്യണില്ല. ഇപ്പോൾ ഓരോ നേരമൊക്കെയാണ് മഴ പെയ്യണുള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ രാവിലെ പെയ്യും അല്ലെങ്കിൽ രാത്രി പെയ്യും. ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് മഴക്കാറ് ഇങ്ങോട്ട് കയറി വരും, പക്ഷേ മഴ പെയ്യില്ല കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയണത്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ പെട്ടെന്ന് നീച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചായ എവിടെ കാപ്പി എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചൂടാണ് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല കേട്ടോ. അവർക്ക് പിന്നെ കപ്പിൽ ഒഴിച്ചു കൊടുക്കണം ചൂടുള്ളത്. എന്നിട്ട് ആവി പറക്കുന്നുണ്ടെങ്കിൽ അവർ എന്നാൽ ശരി വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെ ഓരോ സ്വഭാവമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു പണിയാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോഴത്തെ വെണ്ണീറൊക്കെ കോരി മാറ്റി അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അടുപ്പ് കത്തിപ്പിടിക്കാനും ഭയങ്കര പാടാണ്. ഓൾറെഡി അടുപ്പ് കത്താൻ നല്ല പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ വിറകൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനും വിറക് ഉണങ്ങാൻ മാത്രമുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊരു വെളിച്ചം അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ മഴ ചില സമയത്ത് പെയ്യുമ്പോഴുള്ള ഈ തണുപ്പും ഒക്കെ അങ്ങനെ അടിച്ച് കഴിഞ്ഞ് ഈ വിറക് ഇങ്ങോട്ട് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ കത്തണമില്ല കേട്ടോ. പിന്നെ നമ്മൾ വിറകൊന്നും വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കി വെച്ചിട്ടില്ല. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയാണ് അതിനുള്ള പണികളൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. ഇത്ര ദിവസം ഏട്ടനും പണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടാണ് കേട്ടോ. ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ എല്ലാം ചെയ്തു തരും. എനിക്ക് ഇങ്ങനെ വിറക് മഴവും കൊണ്ടൊന്നും വെട്ടിപ്പൊളിക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചോറിനുള്ള തീ കത്തിച്ചിട്ടുണ്ട്. തീ ഇടയ്ക്കിടയ്ക്ക് കത്തുക പിന്നെ കെടും. ഞാൻ പോയി കത്തിക്കും, എൻ്റെ പിന്നാലെ തന്നെ തീ ഇങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് കത്തുക കെടുക, അതായിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. ഒന്ന് കത്തി പിടിച്ച് കഴിഞ്ഞാലാണ് ശരിയാവുള്ളൂ കേട്ടോ. അത് വരെ നല്ല പ്രയാസമാണ്. അപ്പോൾ ഞാൻ അപ്പത്തിന് ഇന്ന് സാമ്പാർ വെക്കാനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒറ്റൊരു കറി വെച്ചാൽ പോരെ. ഇഡ്ഡലിക്കും ആയി പിന്നെ അതുപോലെ തന്നെ ചോറിനും ആയി എന്ന് വെച്ചിട്ട് ഒറ്റൊരു കറി തന്നെ വെക്കണുള്ളൂ കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് കറിയൊന്നും വെക്കാൻ എനിക്കിപ്പോൾ ടൈമില്ല. അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയൊക്കെ ഈ ഒരു സമയത്ത് നീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവരെൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, തുമ്പിൻ്റെ ഒരു കമ്മലെടുത്തുനിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ വെക്കട്ടെ അവിടെ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ ഞാനിതാ വെള്ളത്തിൽ പരിപ്പൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതങ്ങോട്ട് ഒരുമിച്ച് വേവിക്കാമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ എളുപ്പപ്പണിയല്ലേ നോക്കുള്ളൂ, പെട്ടെന്ന് തീരണ്ടേ. അപ്പോൾ അത് തന്നെ എളുപ്പപ്പണിയല്ലേ നോക്കുകയുള്ളൂ. അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ പരിപ്പൊക്കെ വെന്ത് പിന്നെ പച്ചക്കറിയൊക്കെ വെന്തിട്ട് അങ്ങനെയൊക്കെ ആക്കുള്ളൂ. ഇതിപ്പോൾ പരിപ്പും പച്ചക്കറി ഒരുമിച്ചാണ് ഇടുന്നത്. 8 മണിയാകുമ്പോഴത്തേന് എല്ലാതും ആവണം. ചായ അടക്കം, ചായ പിന്നെ ആയിട്ടുണ്ട്, എല്ലാതും ആവണം കേട്ടോ. അവർക്ക് കഴിച്ചിട്ട് പോകണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് കറിയൊക്കെ ഞാൻ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതങ്ങനെ ആകുമ്പോഴത്തേനും മുറ്റടിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്, മാവൊക്കെ മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി
സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇതിൻ്റെ പിന്നാലെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അവളിങ്ങനെ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം മഴയൊന്നും വലിയ കാര്യമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. എന്താ ആണ്ടിൽ മുറ്റമൊക്കെ മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ചപ്പിന് മാത്രം ഒരു കുറവില്ല കേട്ടോ, നല്ല ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല നാരങ്ങയുടെ നാരങ്ങ മരം ഉണ്ടല്ലോ, ആ സംഭവത്തിലെ ഇല നല്ലോണം ഇപ്പോൾ കൊഴിയുന്നുണ്ട് കേട്ടോ. ചെറുതും വലുതായിട്ട് ചെറിയ തളിരൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നല്ല ചപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ പിന്നെ പോയിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഏട്ടൻ പോവാൻ നിൽക്കുകയാണ്. ഞാനപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ എടുത്ത് ചായയല്ല കാപ്പി, ചായ തന്നെ കേട്ടോ വായിൽ വരുന്നത് എനിക്ക്. അപ്പോൾ കണ്ടില്ലേ, ഏട്ടൻ പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചും കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. എന്താ ഒന്ന് റെസ്റ്റ് ഒന്ന് ദഹിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കുട്ടികളോടൊപ്പം ഒന്ന് ഇത്തിരി നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വീണ്ടും ഞാൻ തിരുമ്പാനാണ് കേട്ടോ. ഇക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഒരുപാട് തിരുമ്പാണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം 2-3 ജോഡിയൊക്കെ ഇടണ കാരണം കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കേട്ടോ, ഏട്ടനൊഴിച്ച്, ഏട്ടൻ്റെ പിന്നെ ഇന്ന് 2 ജോഡി ഉണ്ടാവും, ഏട്ടനൊഴിച്ച് ഞങ്ങൾ 3 പേരും 2-3-4 ജോഡി ഒരു ദിവസത്തിലിടും കേട്ടോ. ഇപ്പോൾ ഈ സപ്താഹമൊക്കെ കാരണം കൊണ്ട് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരലും കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഡ്രസ്സ് കുറേ മാറി ഇടണ കാരണം കൊണ്ട് തന്നെ ഒരുപാട് തുണികൾ ഇപ്പോഴേക്ക് തിരുമ്പാനുണ്ട് കേട്ടോ. ഈ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞൊരു വാഷിംഗ് മെഷീനായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് വെള്ളം വന്നിട്ടുണ്ട് പൈപ്പിൽ, ഇനി വെള്ളമൊക്കെ അകത്തേക്കൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുള്ള അലക്കലും ഒക്കെ കഴിഞ്ഞ് ഉണക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അകത്തേക്ക് വെള്ളം പിടിക്കാൻ കേട്ടോ. പിന്നെ പുറത്തേക്കും പിടിക്കണം, ഇനി അകത്ത് ഫസ്റ്റ് പിടിച്ചിട്ട് പുറത്തേക്ക് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ വർക്കില്ല പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ എന്തായാലും വെറുതെ ഇരിക്കലെന്ന് വെച്ചിട്ട് കിച്ചുവിൻ്റെ ബുക്കുകളൊന്നും പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു വന്നാൽ വന്നപ്പോൾ ഏട്ടൻ അതൊക്കെ അവന് പൊതിഞ്ഞ് കൊടുക്കണം കേട്ടോ. എനിക്ക് പിന്നെ വേണ്ടോളം പണിയുള്ള കാരണം കൊണ്ട് തന്നെ ഞാനതിന് നിൽക്കണില്ല. ഞാനതിൽ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി വെക്കണം. ഇനി അപ്പം ഏട്ടൻ എല്ലാം ബുക്കും പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ 2 ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. 2-3-4-5 ബുക്ക് ഉണ്ട് കേട്ടോ അവന് പൊതിയാനായിട്ട്. പണ്ടില്ല ഇങ്ങനത്തെ ഓരോ ബുക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പൊതിഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.